സീനിയേഴ്സായി അവർ റിട്ടയർ ചെയ്തവരും റിട്ടയർമെൻ്റ് അല്ലെങ്കിൽ പോലും പ്രായത്തിലേക്ക് കടക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവിത അന്തസ്സിന് ചേർന്ന തരത്തിൽ ജീവിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. അപ്പോൾ ആ അവകാശം എങ്ങനെ സംരക്ഷിക്കപ്പെടാം, എങ്ങനെ അവർക്ക് നന്നായി ജീവിക്കാൻ പറ്റും, എന്തെല്ലാം സൗകര്യങ്ങളാണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്, എന്തെല്ലാം സൗകര്യങ്ങളാണ് അവർക്ക് വേണ്ടി ഏർപ്പെടുത്തേണ്ടത്, ഇത്തരം കാര്യങ്ങളാണ് ഈ 2 ദിവസത്തെ കോൺക്ലേവിൽ ചർച്ച ചെയ്യുന്നത്. ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഇത്തരം കോൺക്ലേവുകൾ മാത്രമല്ല ഇത്തരം പ്രസ്ഥാനങ്ങളും. സോ ഐ വിഷ് ദ വെരി ബെസ്റ്റ് ആൻഡ് ദ വെരി ബെസ്റ്റ് ടു ദ ഓർഗനൈസേഷൻ ടു. നമ്മുടെ രാജ്യത്തും പ്രത്യേകിച്ച് കേരളത്തിലും ആളുകളുടെ പ്രായം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ വൃദ്ധജനങ്ങൾക്ക് സന്തോഷത്തോടുകൂടി ജീവിക്കാൻ ഉള്ളൊരു സാഹചര്യമാണ് പാം കെയർ പോലെയുള്ള സംവിധാനങ്ങളിലൂടെ നടക്കുന്നത്. ജീവിതത്തിൻ്റെ ക്വാളിറ്റി തിരിച്ചു പിടിക്കാനായിട്ട് ഇതുപോലുള്ള സീനിയർ ലിവിങ് നമുക്ക് ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. I see a great bridge that can be drawn where the seniors are brought in, the expertise they carry, the knowledge that they have acquired over several years. How can that be best used by our state, by the youngsters here, by the MSMEs here, so that they can also learn from the elders? നമ്മുടെ നാട്ടിൽ ധാരാളം മനുഷ്യർക്ക് ഇതുകൊണ്ട് ഉപകാരമുണ്ടാകട്ടെ. ഗ്രേസ്ഫുൾ ആയിട്ടുള്ള റിട്ടയർമെൻറ്റ് ലിവിങ്ങിനെ പറ്റിയുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല ടോപ്പിക്കുകളുമാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. വിദേശ രാജ്യങ്ങളിലൊക്കെ കണ്ടിരിക്കുന്നത് പോലെ ഇവിടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെ നന്നായി കാണുവാനായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഈ 2 ദിവസം കൊണ്ട് സീനിയർ ലിവിങ്ങിൻ്റെ എല്ലാ പെർസ്പെക്റ്റീവ്സും എല്ലാ ആസ്പെക്ട്സും നമ്മൾ ഒരു 8 പാനലിൽ കൂടി കവർ ചെയ്യുകയാണ്. ദിസ് വിൽ ബി എ വൺ സ്റ്റോപ്പ് ഷോപ്പ് ഓൾവേസ് to get the right information about senior living, how sector is and how to age healthy. പല പുതിയ ഫാക്ട്സ് അറിഞ്ഞു, പുതിയ ചാലഞ്ചസിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റി. ഈ ബാങ്കുകൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇനിയും, എസ്പെഷ്യലി മിഡിൽ ക്ലാസ് സീനിയർ ലിവിങ്, അതിനെങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ പല തോട്ട്സ് വന്നിട്ടുണ്ട്. പ്രായമുള്ളവരാണ് ഈ നാടിനെ മുമ്പോട്ട് നയിക്കാൻ പോകുന്നവർ. കാരണം നമ്മുടെ നാട്ടിൽ പ്രായമുള്ളവർ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ എന്നൊരു സവിശേഷതയുമുണ്ട്. ഇതുപോലുള്ള സംരംഭങ്ങൾ വളരെ അത്യന്താപേക്ഷിതമായി വരുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്.